വരും ദിവസങ്ങളിൽ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചു എന്ന് വരാം. ഇന്ത്യയുടെ മതേതര മനസ്സിന് മുകളിൽ വെടിവെച്ച ഭീകരർക്ക് ഒത്താശ നൽകുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിന് ഇന്ത്യ കനത്ത പ്രഹരം തന്നെ നൽകും. ഇന്ത്യയുടെ തിരിച്ചടി താങ്ങാൻ തക്ക കെൽപ്പൊന്നും തന്നെ ഇന്നത്തെ പാകിസ്ഥാനില്ലെന്ന് മാത്രം തിരിച്ചറിയുക. സാമ്പത്തിക മേഖല കൂപ്പുകുത്തുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയുടെ തിരിച്ചടി വലിയ നാശനഷ്ടങ്ങൾക്കാണ് കാരണമാകുക. ഒടുവിൽ പിച്ചച്ചട്ടിയെടുത്ത് IMFന്റെയും വേൾഡ് ബാങ്കിന്റെയും മുന്നിൽ തെണ്ടേണ്ട അവസ്ഥ പോലും വന്നു എന്ന് വരും. എന്തായാലും ഇന്ത്യയുടെ പണി പാകിസ്ഥാന് ബുദ്ധിമുട്ടിക്കുമെന്ന കാര്യം തീർച്ചയായി കഴിഞ്ഞു. നിങ്ങൾ തന്നെ പറയൂ, നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ മണ്ണിലിട്ട് കൊന്നവർക്ക് എന്ത് തരം ശിക്ഷയാണ് നൽകേണ്ടത്? അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണേ. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം നിലവിൽ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെ ഭീകരർ കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളാകുന്നത്. പാകിസ്ഥാന് ശക്തമായ ഒരു മുന്നറിയിപ്പുമായി ഇന്ത്യ നിരവധി നടപടികൾ സ്വീകരിക്കുകയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്ന പരിമിതമായ വ്യാപാരം ഉൾപ്പെടെ എല്ലാ സാമ്പത്തിക ബന്ധങ്ങളും നിശ്ചലമാക്കുകയും ചെയ്തു കഴിഞ്ഞു. പാകിസ്ഥാനുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും പൂർണ്ണമായും നിർത്തിവെക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ അടുത്തിടെ പ്രഖ്യാപനം നടത്തിയിരുന്നു. സിന്ധു നദീജല കരാർ ഉൾപ്പെടെയുള്ള എല്ലാ ബന്ധങ്ങളും മരവിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഇറക്കുമതിയെയും കയറ്റുമതിയെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം കുറയുന്നത് ഇന്ത്യയെ എത്രത്തോളം ബാധിക്കുമെന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സങ്കീർണവും പലപ്പോഴും പിരിമുറുക്കമുള്ളതുമായ ബന്ധത്തിൽ തീവ്രവാദം ആഴത്തിലുള്ളതായ ഒരു വൈകാരിക വിഷയം തന്നെയാണ്. രണ്ട് അയൽക്കാർ തമ്മിലുള്ള നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങളുടെ ഗതിയെ മാറ്റിമറിച്ച അത്തരമൊരു സംഭവം കൂടിയായിരുന്നു പഹൽഗാം ഭീകരാക്രമണം. ദക്ഷിണ കശ്മീരിലെ ശാന്തമായ പഹൽഗാം പട്ടണത്തിൽ നടന്ന ആക്രമണം രാജ്യത്തെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണം തന്നെ. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര ഗ്രൂപ്പുകളായ ജെയ്ഷ് മുഹമ്മദിന്റെ തീവ്രവാദികളാണ് ഇത് നടത്തിയത് എന്ന റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നിരപരാധികളാണെന്നതാണ് ശ്രദ്ധേയം. സാധാരണക്കാരായ മനുഷ്യരുടെയും ധീരരായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ജീവൻ അപഹരിക്കാൻ ഈ സംഭവത്തിലൂടെ സാധിച്ചു. വിനോദസഞ്ചാരികളായി എത്തിയവരുടെ ജീവൻ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അപഹരിച്ച് രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചവരോട് പൊറുക്കാൻ ഇന്ത്യയുടെ മനസ്സിന് ഒരിക്കലും കഴിയില്ല. ഇന്ത്യയിലുടനീളം പൊതുജന വികാരവും രോഷവും ദുഃഖവും നിറഞ്ഞത് തന്നെയായിരുന്നു. കർശന നടപടിയെടുക്കണമെന്ന ഏകീകൃതമായ ആവശ്യം സോഷ്യൽ മീഡിയ, വാർത്താ ചാനലുകൾ, രാഷ്ട്രീയ വേദികൾ എന്നിവയിലൊക്കെ തന്നെ പ്രതിധ്വനിക്കാൻ തുടങ്ങി. ശക്തമായി പ്രതികരിക്കാനുള്ള കടുത്ത സമ്മർദ്ദത്തിൽ ഇന്ത്യൻ സർക്കാർ കാര്യങ്ങൾ നീക്കി. സുരക്ഷാ നടപടികൾക്കും നിയന്ത്രണ രേഖയിൽ സൈനിക ജാഗ്രത ശക്തമാക്കുന്നതിനും പുറമെ പാകിസ്ഥാന് ശക്തമായ സന്ദേശം നൽകിക്കൊണ്ട് സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യ എടുത്ത ഏറ്റവും അടിയന്തരവും ഫലപ്രദവുമായ തീരുമാനങ്ങളിലൊന്ന് പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം നിർത്തിവെച്ചതാണ്. രാഷ്ട്രീയ ശത്രുതയുടെ കാലഘട്ടത്തിൽ പോലും വ്യാപാരം പരിമിതമാണെങ്കിലും തുടർന്ന് ഇന്ത്യ ഒരു സുപ്രധാന നീക്കമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. WTO ബാധ്യതകൾ പ്രകാരം പാകിസ്ഥാന് നൽകിയിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രം, അതായത് MFN പദ്ധതി പിൻവലിക്കുന്നതായി ഇന്ത്യ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു. പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 200% വരെ കുത്തനെയുള്ള തീരുവ ചുമത്താൻ ഇന്ത്യയെ അനുവദിച്ച പ്രതീകാത്മകവും എന്നാൽ ശക്തവുമായ നടപടിയായിരുന്നു ഇത്. ഇത് ഉഭയകക്ഷി വ്യാപാരത്തിന്റെ സാമ്പത്തിക ജീവരേഖയെ ഫലപ്രദമായി ഞെരുക്കുന്ന ഒന്നായിരുന്നു. താമസിയാതെ ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖ, അതായത് LOCയിലെ വ്യാപാരം ഉൾപ്പെടെ ഔദ്യോഗിക മാർഗങ്ങളിലൂടെയുള്ള എല്ലാത്തര വ്യാപാരവും നിർത്തിവെക്കുകയാണ്. 2008 മുതൽ ഈ പാത അപൂർവമായ CBMകളിൽ ഒന്നായിരുന്നു. ഇത് കശ്മീരിന്റെ ഇരുവശങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾക്ക് സാധനങ്ങൾ കൈമാറാൻ അനുവദിക്കുകയും ചെയ്തു. എന്നിരുന്നാലും അതിന്റെ ദുരുപയോഗത്തിന്റെ വർദ്ധിച്ചു വരുന്ന തെളിവുകൾ ഇന്ത്യൻ സർക്കാർ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. തീവ്രവാദ ഗ്രൂപ്പുകൾ ഇത് ഇന്ത്യൻ പ്രദേശത്തേക്ക് ആയുധങ്ങൾ, അതുപോലെ മയക്കുമരുന്ന്, വ്യാജ കറൻസി എന്നിവ കടത്താൻ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു കാലത്ത് സമാധാനത്തിനും ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനും വേണ്ടി പ്രതീക്ഷയെ പ്രതീകപ്പെടുത്തുന്ന ഈ വ്യാപാരം ഇപ്പോൾ ദേശീയ സുരക്ഷയുടെ ഭീഷണിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വ്യാപാരം നിർത്തിവെച്ചത് പാകിസ്ഥാന് ഒരു സൂചന തന്നെയാണ് നൽകുന്നത്. ഇന്ത്യ ഇനി നയതന്ത്രത്തിന്റെയും ഭീകരതയുടെയും ഇരട്ടക്കളിയെ സഹിക്കില്ല എന്ന വലിയ സൂചന. ഈ തീരുമാനത്തിന് വിശാലമായ പ്രത്യാഘാതങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു വശത്ത് പാകിസ്ഥാൻ ഇതിനോടകം തന്നെ ദുർബലമായ സാമ്പത്തിക സ്ഥിതിയെ സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞു. ചെറുതാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര പങ്കാളിയാണ് പാകിസ്ഥാൻ നഷ്ടമാകുന്നത്. മറുവശത്ത് ഉപജീവനത്തിനായി ഈ അതിർത്തി വ്യാപാരത്തെ ആശ്രയിച്ചിരുന്ന ജമ്മു കാശ്മീരിലെ വ്യാപാരികളെയും ഇത് സാരമായി തന്നെ ബാധിച്ചു.
പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ കാലമായി വഷളാണ്. 2019 പുൽവാമ ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള വ്യാപാരത്തിൽ ഇന്ത്യ വലിയ നിയന്ത്രണങ്ങൾ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ക്രമാനുഗതമായി കുറഞ്ഞു. ഡാറ്റകൾ പ്രകാരം 2018-19 കാലഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മൊത്ത വ്യാപാരം 4370 കോടി രൂപയിലധികമായിരുന്നു. എന്നിരുന്നാലും 2019 പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇന്ത്യ 200% തീരുവ ചുമത്തി. ഇത് വ്യാപാരത്തിൽ കുത്തനെ ഇടിവാണ് ഉണ്ടാക്കിയത്. 2019-20 ആയപ്പോഴേക്കും അട്ടാരി ലാൻഡ് പോർട്ട് വഴിയുള്ള വ്യാപാരം 2772 കോടി രൂപയായി കുറഞ്ഞു. വിശാലമായ ഭൗമരാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നടപടിയെ ഒരു വലിയ നയമാറ്റത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് നോക്കിക്കാണാനാകുക. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ സാമ്പത്തിക സമ്മർദ്ദത്തെ ഒരു തന്ത്രപരമായ ഉപകരണമായി ഇന്ത്യ ഉപയോഗിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ ദൂതന്മാരെ തിരികെ വിളിക്കുകയും സംഭാഷണങ്ങൾ നിർത്തുകയും ചെയ്തതിലൂടെയും ഒടുവിൽ 2019 ഓഗസ്റ്റിൽ ഇന്ത്യ ആർട്ടിക്കിൾ 370 റദ്ദാക്കി ജമ്മു കാശ്മീരിന്റെ പദവി മാറ്റിയപ്പോൾ കൂടുതൽ സംഘർഷത്തിലേക്ക് നയിച്ചതിലൂടെയും ഇത് ആഴത്തിലുള്ള നയതന്ത്ര മരവിപ്പിന് തന്നെ കാരണമായി. അങ്ങനെ പഹൽഗാം ആക്രമണം കേവലം ജീവൻ അപഹരിക്കുക മാത്രമല്ല ചെയ്തത്, അത് നയങ്ങൾ മാറ്റുകയും നിലപാടുകൾ കർശനമാക്കുകയും ഭാവിയിൽ ഇന്ത്യ പാക് ബന്ധങ്ങളുടെ സ്വരം മാറ്റുകയും ചെയ്തു. തീവ്രവാദം ഭൗതിക ജീവിതത്തെ മാത്രമല്ല, സംഭാഷണത്തിന്റെയും സാമ്പത്തിക സഹകരണത്തിന്റെയും പാലങ്ങൾ എങ്ങനെ തകർക്കുന്നു എന്നതിന്റെ ഒരു ഭയാനകമായ ഓർമ്മപ്പെടുത്തലായിട്ട് പഹൽഗാം സംഭവം ചരിത്രത്തിൽ ഇടം പിടിക്കും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായുള്ള വ്യാപാരം അളവിൽ വളരെ വലുതല്ലെങ്കിലും തന്ത്രപരമായി പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. നിരവധി പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങൾക്ക് ഇത് സമീപത്തുള്ളതും ചെലവ് കുറഞ്ഞതുമായ ഒരു വിപണിയാണ് വാഗ്ദാനം ചെയ്തത്. സിമന്റ്, തുണിത്തരങ്ങൾ, ഉണങ്ങിയ പഴങ്ങൾ, തുകൽ, സിട്രസ് പഴങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ സ്ഥിരമായ ഒരു ഉപഭോക്തൃ അടിത്തറ പാകിസ്ഥാന് കണ്ടെത്താൻ സഹായിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഏറ്റവും MFN പദവി ഇന്ത്യ പിൻവലിക്കുകയും 200% ഇറക്കുമതി തീരുവ ചുമത്തുകയും ചെയ്തപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് ഇന്ത്യൻ ഇറക്കുമതിക്കാർക്ക് വളരെ ചെലവേറിയതായി മാറി. തൽഫലമായി പാകിസ്ഥാൻ കയറ്റുമതിക്കാർക്ക് ഒരു രാത്രി കൊണ്ട് ഒരു പ്രധാനപ്പെട്ട വിപണി നഷ്ടമാകുകയും ചെയ്തു. ജമ്മു കാശ്മീരിലെ അട്ടാരി വാഗ അതിർത്തി, നിയന്ത്രണ രേഖ തുടങ്ങിയ അതിർത്തി കടന്നുള്ള വ്യാപാര പാതകൾ അടച്ചത് ചെറുകിട വ്യാപാരികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഈ വ്യാപാരികളിൽ പലരും കുറഞ്ഞ ലാഭവിഹിതത്തോടെ പ്രവർത്തിക്കുകയും അതിർത്തിക്കപ്പുറത്തുള്ള പതിവ് ഇടപാടുകളെ വളരെയധികം ആശ്രയിക്കുകയും ചെയ്തിരുന്നവരാണ്. വ്യാപാര റൂട്ടുകൾ അടച്ചുപൂട്ടിയതോടെ അവരുടെ സാധനങ്ങൾ വെയർ ഹൗസുകളിൽ കുന്നുകൂടുകയും ഓർഡറുകൾ റദ്ദാക്കുകയും വരുമാനം കുത്തനെ ഇടിയുകയും ചെയ്തു. പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ കൃഷിയെയും ലഘു ഉൽപാദനത്തെയും ആശ്രയിക്കുന്ന പാകിസ്ഥാൻ പട്ടണങ്ങളിലും ഈ തടസ്സം അനുഭവപ്പെട്ടു തുടങ്ങി. അവിടെ തൊഴിൽ നഷ്ടവും സാമ്പത്തിക അനിശ്ചിതത്വവും പെട്ടെന്ന് ആരംഭിച്ചു. പണപ്പെരുപ്പം അതിന്റെ ഉച്ചസ്ഥായിയിലായതിനാൽ തന്നെ പാകിസ്ഥാൻ ഇതിനകം തന്നെ സാമ്പത്തിക സ്ഥിതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രാജ്യം കൂടിയാണെന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പാപ്പരായ രാജ്യത്തിന്റെ വിദേശ നാണയ കരുതൽ ശേഖരം അതിവേഗം കുറയുകയാണ്. ഇത് IMF-ൽ നിന്നുള്ള വായ്പകളെ വളരെയധികം ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ വ്യാപാര ബന്ധങ്ങളുടെ പൂർണ്ണമായ തകർച്ച ഇന്ത്യയേക്കാൾ പാകിസ്ഥാനെ കൂടുതൽ ബാധിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കണക്കുകൾ ഈ അസമത്വം എടുത്തു കാണിക്കുന്നതുമാണ്. 2021-22 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് $513.82 മില്യൺ സാധനങ്ങൾ കയറ്റുമതി ചെയ്തു. അതേസമയം പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി വെറും $2.54 മില്യൺ ആയിരുന്നു. 2022-23 പാകിസ്ഥാനിലേക്കുള്ള കയറ്റുമതി $627.10 മില്യൺ ആയും ഇറക്കുമതി $20.11 മില്യൺ ഉയർന്നു. എന്നിരുന്നാലും 2023-24 പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി $2.88 മില്യൺ ആയി ഗണ്യമായി കുറഞ്ഞു. അതേസമയം ഇന്ത്യയുടെ കയറ്റുമതി $1180 മില്യൺ ആയി ഉയർന്നു വന്നു. പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ മൊത്തം വ്യാപാരം അതിന്റെ മൊത്തത്തിലുള്ള വ്യാപാരത്തിന്റെ 0.06% താഴെയാണ് എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിയെ കാര്യമായി ആശ്രയിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതേസമയം പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ നടപടി പാകിസ്ഥാനെ കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുന്ന പാകിസ്ഥാന് ഇരുട്ടടി കൂടിയാണ് ഇത്. എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്തുതന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.